നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിക്ക് നമ്മുടെ മൈൻഡിനും ശരീരത്തിനും റിലാക്സേഷൻ തരുന്ന ഒരു ആരോമ മസാജ് ഓയിൽ എങ്ങനെ തയ്യാറാക്കാം, വളരെ നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ആരോമ മസാജ് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഓയിലിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ അത് വളരെ നല്ല റിലാക്സേഷൻ തരും. നമുക്ക് ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹെവി വർക്ക് ലോഡ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ശനി ഞായറൊക്കെ ലീവ് ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ വീക്ക്ലി വൺസ് തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഒരു ഓയിൽ വെച്ചിട്ട് നിങ്ങൾ ബോഡി മസാജ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ ഫുൾ ബോഡി പറ്റുന്നില്ലെങ്കിൽ മുഖം, അതുപോലെ തന്നെ തല, അതായത് മുടിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കഴുത്ത്, മെയിൻലി കഴുത്തിലേക്കുള്ള മസിൽസ് ഒക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കും ഈ ജോലിക്കാർക്കൊക്കെ, പ്രത്യേകിച്ച് IT പോലത്തെ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്ന ജോലിക്കാർക്ക്, എഴുതുന്ന ആൾക്കാർക്ക്, ടീച്ചർമാർക്കൊക്കെ നമുക്ക് ആ ഒരു കഴുത്ത് ഭാഗമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നടുവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ലോവർ ബോഡി പാർട്സും ആയിരിക്കും കൂടുതൽ സ്റ്റിഫ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ടെൻഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഈ ഒരു ആരോമ മസാജ് ഓയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിനായിട്ട് വേണ്ടത് നല്ല എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. ഈ നല്ലെണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ നല്ല ബ്രാൻഡിൻ്റെ നല്ലെണ്ണ വാങ്ങുക, അല്ലെങ്കിൽ എള്ള് ആട്ടിയിട്ട് നമുക്ക് മില്ലിലൊക്കെ കിട്ടുന്ന നല്ലെണ്ണ വാങ്ങിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് രാമച്ചത്തിൻ്റെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ. രാമച്ചത്തിൻ്റെ എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ആമസോണിലും അല്ലെങ്കിൽ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാമച്ച വാറ്റിയെടുക്കുന്ന തൈലം എന്ന് പറയുന്നത്. അപ്പോൾ 50 ml എള്ളെണ്ണയ്ക്ക് 5 ml രാമച്ചത്തിൻ്റെ ഓയിൽ എന്നുള്ളതാണ് കണക്ക്. ഇതിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു മണം തരുന്നതാണ്. അതുപോലെ രാമച്ചത്തിൻ്റെ ആരോമ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഓയിലായിട്ട് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ എള്ളെണ്ണയുടെയും ഈ രാമച്ചവും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ നാച്ചുറലായിട്ടും വളരെ ഹീലിംഗ് ആയിട്ടും വളരെ സൂത്തിങ് ആയിട്ടും ഉള്ളൊരു സ്മെല്ലാണ്, ഒരു ആരോമയാണ്, നമുക്കൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ മുടിയിലും സ്കാൽപ്പിലും നെറ്റിയിലും നമ്മുടെ കഴുത്തിലും ശരീരമാസകലം നമുക്ക് കാല് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. വാദത്തിനും വളരെ നല്ലതാണ് കേട്ടോ. വാദം കൊണ്ട് പ്രശ്നം, അതായത് ഈ വേദന, ജോയിന്റ് സ്റ്റിഫ്നെസ്, അത് തേയ്മാനമൊക്കെ ഉള്ളവർക്കും ഇത് നല്ലതാണ്. ആക്ച്വലി പ്രത്യേകിച്ച് മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആരോമ ഓയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ അത്ര തന്നെ എഫിഷ്യൻറ്റും. നമുക്ക് ബോഡിക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ഫസ്റ്റ് ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.